പേര് ബിദു ഷാജി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലെ അന്തിമുളങ്കാവിൽ ഒരു നഴ്സറി ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഇതേപോലെയുള്ള പ്ലാന്റ് നമ്മൾ ചട്ടിയിലാക്കി കൊടുക്കുന്നത് 50 രൂപയ്ക്കാണ്. ഇത് നമ്മൾ പുറത്ത് കടയിൽ 150 രൂപ അല്ലെങ്കിൽ 100 രൂപയ്ക്കേ കിട്ടുള്ളൂ. അപ്പോൾ ഈ 50 രൂപയ്ക്ക് എന്തായാലും ഒരു പണിക്കാരെ നിർത്തിയിട്ട് എന്തായാലും ഇത് ചെയ്ത് ആളുകൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ സ്വയം ചെയ്യണത് കൊണ്ട് നമുക്കത് ലാഭമായിട്ട് നമുക്ക് ആടിനെയൊക്കെ വളർത്തി അതെനിക്ക് വിജയിക്കാൻ പറ്റിയില്ല. പിന്നെ പശുവിനെ ഞാൻ വളർത്തി അതും എനിക്ക് വിജയിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ തുണിക്കച്ചവടം ചെയ്തു. പക്ഷെ അതൊക്കെ ആൾക്കാർ ക്രെഡിറ്റാണ് പോകുന്നത്. അപ്പോൾ പിന്നെ അതും വലിയ രീതിയിൽ എല്ലാം കടങ്ങൾ പോകുമ്പോൾ നമുക്കതൊന്നും കിട്ടാതെ വന്നപ്പോൾ നമുക്കതൊക്കെ നഷ്ടം. അങ്ങനെയാണ് നമ്മൾ ഈ കുറച്ച് തൈകൾ നോക്കുമ്പോൾ ആരും കടം ഒന്നും മേടിക്കുന്നില്ല. കൊറോണ സമയത്ത് ആളുകൾ ഒരാഴ്ചയൊക്കെ വീട്ടിലിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ വീട്ടിലിരുന്ന് കഴിഞ്ഞുള്ള ആൾക്കാർക്ക് ആകെ ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഓരോ ചെടികൾ വീട്ടിലിരുന്നിട്ട് ഒരു തെങ്ങ്, മാവ്, വിത്തുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയതുകൊണ്ട് നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് കൊറോണയ്ക്ക് മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ മേടിക്കാൻ വന്നപ്പോൾ കൊറോണ ഒരു എന്താ പറയുക പൂർണ്ണമായിട്ട് അടച്ചിടൽ കഴിഞ്ഞ് മെല്ലെ ഒന്ന് തുറന്നപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മുഴുവൻ തീർന്നു. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഗുണമാണ്. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് നമ്മളൊന്നിനും പോകാൻ പറ്റില്ല. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു രീതിയിൽ വരുമാനം ഉണ്ടാക്കാം. കൂടുതൽ സാധനങ്ങൾ ഇറക്കി വരുമാനം ഉണ്ടാക്കാമെന്ന് നമുക്ക് തോന്നി. ഒരു 300 അല്ലെങ്കിൽ 350-ലേറെ റയർ കളക്ഷൻസിൻ്റെ ഇൻഡോർ പ്ലാന്റിൻ്റെ വെറൈറ്റി കളക്ഷൻ 300-300-300-ന് മുകളിലുണ്ട് കളക്ഷൻ. അത് ഞാൻ എവിടെ കണ്ടാലും ഇൻഡോർ പ്ലാന്റിൻ്റെ കളക്ഷൻ എവിടെ കണ്ടാലും ഞാൻ വെറൈറ്റി ആണെങ്കിൽ ഞാൻ മേടിച്ചിരിക്കും. കളക്ഷനും വില കുറവും. അല്ലാതെ നമ്മൾ എല്ലാ നഴ്സറികളിലും കാണുന്ന അതേ സാധനം വെച്ചുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇത് കളക്ഷൻ കൂടിയ ആളുകൾ 10 രൂപ കൂടിയാലും നമ്മൾ എവിടെയാണോ കളക്ഷൻ വെറൈറ്റി കളക്ഷൻ ഉള്ളത് അവിടെ ആളുകൾ വന്ന് മേടിക്കും. അതാണ് എൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ഇത്. അല്ലാണ്ട് ഒരു 3-4 ചെടികൾ വെച്ച് അത് മേടിക്കാൻ വരട്ടെ, അത് ചിലവായതിന് ശേഷം നമുക്ക് പിന്നീട് ഇറക്കാം എന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരു കട നിറഞ്ഞ് പരമാവധി കളക്ഷൻ എല്ലായിടത്തേക്കാട്ടിലും കളക്ഷൻ പരമാവധി കൂട്ടുക. സീസൺ ഫ്ലവർ വയ്ക്കുമ്പോൾ വേഗം നമ്മുടെ കേട് വന്നു പോവുക. ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കും തോറും നമുക്ക് പൈസയാണ്. ഒരു മാസം ചിലവാവാണ്ട് 2 മാസം ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ഷൂട്ടുകൾ വന്നിട്ട് നമുക്ക് അതിൻ്റെ ഡബിൾ പൈസ ഉണ്ട്. ഒരു പ്ലാന്റ് വലിയ ചട്ടിയിൽ വെച്ചിട്ട് അതിൽ നിന്നിട്ട് ഉണ്ടാവുന്ന ഷൂട്ടൊക്കെ നമുക്ക് പിരിഞ്ഞ് നമുക്ക് ചെറിയ പൈസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. വീട്ടിലെ ചിലവും പിന്നെ പിള്ളേരുടെ പഠിപ്പും എല്ലാ കാര്യങ്ങളും ഇതിലൂടെ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു മാസം ഒരു നല്ലൊരു എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാനും നമുക്ക് ബാലൻസ് വെക്കാനും നമുക്ക് ഇതിലൂടെ സാധിച്ചു. ചെറിയ മുതൽ മുടക്കി തന്നെ നമുക്ക് നഴ്സറി സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് നമുക്ക് പരമാവധി കളക്ഷൻ ഉണ്ടാക്കി നമുക്ക് വലിയ മുതൽ മുടക്കില്ലാതെ ചെയ്യുന്ന ഒരു സംരംഭമാണ് നഴ്സറി. നമ്മൾ പുറമെ പോയി റെൻറ്റിനൊക്കെ സ്റ്റാഫുകളെയൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് അധികം മുതൽ മുടക്കില്ല. ഒരു 10,000 രൂപ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് 10,000 രൂപ, ഞാൻ 10,000 രൂപയ്ക്കുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു മാസം കഴിഞ്ഞ് നമുക്ക് 20,000 രൂപയ്ക്കുള്ള സാധനങ്ങൾ നമുക്ക് ഇറക്കാനുള്ളത് കിട്ടും. നമ്മളിവിടെ പോളി ഹൗസിൻ്റെ ഒരു ഷെഡ്, അതിൽ നമ്മൾ വെക്കുന്നത് വെയിലധികം കൊള്ളാത്ത ചെടികൾ. വെയിൽ കൊള്ളാത്ത ചെടികൾ ഇൻഡോർ പ്ലാന്റിനാണ് നമ്മൾ പോളി ഹൗസിൻ്റെ ഷെഡിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ തൈകൾക്കൊന്നും പോളി ഹൗസിൻ്റെ ആവശ്യമില്ല. അതൊക്കെ വെയിൽ കൊണ്ടുകൊണ്ട് കുഴപ്പമില്ല. ഈ വേനൽക്കാലത്ത് വെയിൽ ചൂടധികം പറ്റാത്ത സാധനങ്ങൾക്കാണ് ഒരു ചെറിയൊരു പോളി ഹൗസിൻ്റെ ആവശ്യമുള്ളൂ. അതിനും വലിയ മുതൽ മുടക്കില്ല. ആ ഷീറ്റ് ഒരു 50,000 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മതി, നല്ല രീതിയിൽ ചെയ്യാം.